ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാലിഹ് സൂചിപ്പിച്ചതുപോലെ 2 മാസത്തെ മാത്രം ഇടവേളയിലാണ് മലപ്പുറത്ത് വീണ്ടും നിപ ബാധിച്ചുള്ള മരണം സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ്. ഈ കേസിൽ സമ്പർക്ക പട്ടിക വളരെ വലുതാണ്. പക്ഷേ ആശങ്ക വേണ്ട, ജാഗ്രതകളെല്ലാം ആ നിലയിലെല്ലാം നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് നൃപൻ? അസിത, സോലിഹ് അവിടെ നിന്ന് പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഈ പ്രോട്ടോകോൾ പാലിക്കുന്നതിനുള്ള 16 അംഗ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചത്. നേരത്തെ സോലിഹ് പറഞ്ഞതുപോലെ 2 മാസം മുൻപാണ് സമാനമായി 14കാരൻ മലപ്പുറത്ത് മരിക്കുന്നത്. അപ്പോൾ തന്നെ വേണ്ട ജാഗ്രത അവിടെ എടുത്തിരുന്നു. തുടർച്ചയായി നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2018 ആദ്യം നിപ്പ സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം തുടർച്ചയായി 6ാം തവണയാണ്. ആ ഘട്ടങ്ങളിലെല്ലാം കേരളത്തിന് ജാഗ്രത നടപടി എടുത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. മരണം കൂടുതലേക്ക് വ്യാപിക്കാത്ത അവസ്ഥ ഉണ്ടാക്കാനും കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിലും അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ജനിതക വ്യതിയാനം ഈ ഘട്ടങ്ങളിലൊന്നും ഉണ്ടാകുന്നില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. തീവ്രശേഷിയുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള സ്ട്രെയിനാണ് നമ്മൾ ആദ്യം 2018 കാണുന്നത്. വീണ്ടും രണ്ടാമതും തുടർച്ചയായി കാണുന്നത് ഇതേ ജനിതക വ്യതിയാനമൊന്നുമില്ലാത്ത ഈ രോഗബാധയാണ് കാണുന്നത്. അതുകൊണ്ട് വലിയ തരത്തിലുള്ള ആശങ്കയ്ക്ക് വകയില്ല. എത്ര പേരിലേക്ക് സമ്പർക്ക പട്ടിക നീളുന്നു എന്നതല്ല, മറിച്ച് ഇതിൻ്റെ ഉറവിടം ഏറ്റവും പ്രധാനമാണ്. ഒപ്പം തന്നെ ജനിതക വ്യതിയാനം ഉണ്ടാകുന്നു എന്നതാണ്. അത് ആദ്യഘട്ടത്തിൽ സ്ഥിരീകരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ അതിൻ്റെ തീവ്രത കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിയുണ്ട്. അത് ഇക്കാര്യത്തിൽ ഉണ്ടായാൽ ഭയപ്പെടേണ്ട പ്രശ്നമില്ല. കാരണം സോലിഹ് അവിടെ നിന്ന് പറയുന്നതും ആരോഗ്യ വിദഗ്ധർ പറയുന്നതിനനുസരിച്ചുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ സമ്പർക്ക പട്ടിക ഇനിയും നീളാനുള്ള സാധ്യതയുണ്ട്. കാരണം 5-ാം തീയതിയാണ് ഈ ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി, ബംഗളൂരിലെ MSc വിദ്യാർത്ഥിയാണ്. അവിടെ നിന്ന് വരുന്നു, പനി ബാധിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ഇടയ്ക്ക് കാലിന് പരിക്കേറ്റ് ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിലും ചികിത്സയ്ക്ക് പോയിട്ടുണ്ട്. സഹോദരിയുമായി ചേർന്ന് ചില യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഒരു സമ്പർക്ക പട്ടിക നീളാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സമ്പർക്ക പട്ടിക നീളുമ്പോഴും ഈ ഹൈ റിസ്ക് കാറ്റഗറി എന്ന് പറയുന്നത് 2 മിനിറ്റിലധികം അടച്ചിട്ട റൂമിലൊക്കെ തന്നെ നേരിട്ട് വായുസഞ്ചാരമില്ലാതെ ഈ പരസ്പരം ഈ ഏറ്റവും ഇടപഴകുന്ന ഘട്ടത്തിൽ ഉള്ളതാണ് ഏറ്റവും പ്രാഥമിക സമ്പർക്കം, ഫസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ളവരുണ്ടോ എന്നതാണ്. ഒപ്പം തന്നെ അസിത, മറ്റൊരു കാര്യം, ഇത് എവിടെ നിന്ന് വന്നു? മറ്റൊരാളിൽ നിന്നാണോ ഈ രോഗം ഈ വിദ്യാർത്ഥിയിലേക്ക്, ചെറുപ്പക്കാരനിലേക്ക് പടർന്നത് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ആരാണ്? അയാൾ മറ്റാർക്കെങ്കിലും സമ്പർക്ക പട്ടികയിലുണ്ടോ എന്ന് കണ്ടെത്തണം. ഇയാൾ തന്നെയാണോ ആദ്യത്തെ ഉറവിടം എന്നതാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളില്ല. ഈ സമ്പർക്ക പട്ടിക അധികമായി ഇയാളെ കേന്ദ്രീകരിച്ചുള്ള സമ്പർക്ക പട്ടികയിൽ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയാൽ മതിയാകും. ഇപ്പോൾ തന്നെ ആ പഞ്ചായത്തിൽ പൂർണ്ണമായി മാസ്ക് ധരിക്കണമെന്നും ഒപ്പം തന്നെ വണ്ടൂരിലും മമ്പാടിലുമൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വലിയ തരത്തിൽ നാം ഇത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇത് നമുക്കിപ്പോൾ തന്നെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ മികച്ച നേട്ടമാണ്. കാരണം മസ്തിഷ്ക ജ്വരമാണ് വരുന്നത്. 2 തരത്തിലാണ് ഇത് അസിത. ഒന്ന്, 2 ലക്ഷണങ്ങളുണ്ടാകും. ഒന്ന് ശ്വാസകോശ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്വാസതടസ്സവും ഒപ്പം തന്നെ പനിയും ചുമയും ഉണ്ടാകും. മറ്റൊന്ന് മസ്തിഷ്ക ജ്വരമാണ്. അതിൻ്റെ ലക്ഷണമായി വരുന്നത് തലചുറ്റലുണ്ടാകുക, അപസ്മാരം വരിക, ഓർമ്മ പോവുക തുടങ്ങിയ ലക്ഷണങ്ങളാണ്. ഈ 2 ലക്ഷണങ്ങൾ കണ്ടിരുന്നാലും ഒപ്പം തന്നെ ആ നിമിഷം തന്നെ അടിയന്തരമായി ചികിത്സ തേടണം, പരിശോധനയിലേക്ക് പോകും. ഇപ്പോൾ തന്നെ 5 പേരുടെ സ്രവങ്ങൾ, ഈ പനി ബാധിച്ച 5 പേരുടെ സ്രവങ്ങൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അതിനുള്ള ഫലം അടുത്ത ദിവസങ്ങൾ തന്നെ വരും. അതുകൊണ്ട് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇതിൻ്റെ തീവ്രത ജനിതക വ്യതിയാനം ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം, നേരത്തെ സോലിഹ് പറഞ്ഞത്, മലപ്പുറത്ത് തന്നെ തുടർച്ചയായി 2 മാസത്തിനുള്ളിൽ 2 പേർക്ക് സ്ഥിരീകരിക്കുന്നു, 2 മരണവും സംഭവിക്കുന്നു. ആദ്യം 14കാരനാണ്, ഇപ്പോൾ വരുന്നത് 24 വയസ്സുള്ള പൂനെയിലെ വിദ്യാർത്ഥിക്കാണ്. ഇത് ആ പ്രദേശത്ത് തന്നെ ഉറവിടമാണോ എന്നതാണ് പരിശോധിക്കേണ്ടത്. ഇങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലയിൽ ഏതെങ്കിലും പരിശോധനയിലേക്ക് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ആലോചനയുണ്ടോ എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ അത്തരം വിവരങ്ങളിലേക്ക് വരാം.